എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെസിൻ AKA ദ കരുമാടിക്കുട്ടൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇറ്റ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഈ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ലോകത്തിന് മുമ്പിൽ ആദ്യമായി അവതരിപ്പിച്ചത് പ്രശസ്ത ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡ്. I am going to destroy my mind. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ആ മൂന്ന് കാര്യങ്ങളാണ് ഇറ്റ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇനി ഈ സംഭവങ്ങൾ എന്താന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. പുല്ല് ഡയലോഗ് മറന്നുപോയാലോ? തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. എനിവേസ്, നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. നമ്മുടെ മനസ്സിനെ ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇഡ്. ഈ ഘടകം നമുക്ക് ജന്മനാ ഉള്ളതാണ്. എന്തും നേടാൻ പ്രേരിപ്പിക്കുന്ന ഈ ഘടകം എപ്പോഴും അബോധാവസ്ഥയിലായിരിക്കും പ്രവർത്തിക്കുക. അപ്പൊ ഇതാണ് ഇഡിന്റെ ഒരു കടപ്പുവശം. ഇവിടെ ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. ഈഗോയാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ ചുറ്റുവട്ടവുമായി ബന്ധപ്പെടുത്തുന്നത്. ചെയ്യുന്ന പണി മൂലം ഉണ്ടാകുന്ന പരിണിത ഫലവും അതിന്റെ പ്രാക്ടിക്കാലിറ്റിയും കണക്കിലെടുത്താവും ഈഗോ പ്രവർത്തിക്കുക. ഇത് നമ്മുടെ കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് സ്റ്റേറ്റിലെല്ലാം പ്രവർത്തിക്കും. Hello, dude. Are you free right now? What? Well, guess what? It's double my time. Bro, it's 3 in the morning now. Are you out of your fucking mind or what? ഈഗോയാണ് നമ്മുടെ ഇച്ഛയെ നിയന്ത്രിക്കുന്നത്. ഇച്ഛയെയും ചുറ്റുവട്ടത്തെയും ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഈഗോയാണ്. അവയ്ക്കിടയിലുള്ള ഉരസൽ മൂലം ആൻസൈറ്റി ഉണ്ടാകുന്നു. റിപ്രഷൻ, ഡിനയൽ ആൻഡ് റാഡിക്കലൈസേഷൻ എന്നിവയിലൂടെ ഈഗോ ആൻസൈറ്റിയെ മറികടക്കുന്നു. ഞാൻ ഡ്രസ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ പാർട്ടിലേക്ക് പോവാം. സൂപ്പർ ഈഗോ. ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് പിടിച്ചു വലിക്കുന്നതാണ് സൂപ്പർ ഈഗോയുടെ പണി. ചെയ്യുന്ന പരിപാടി ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക, അതേപോലെ ചെയ്യുന്ന പണി പെർഫെക്റ്റ് ആക്കുക. ഇതൊക്കെ സൂപ്പർ ഈഗോ നോക്കുന്ന കാര്യങ്ങളാണ്. ഈഗോ പണി എന്നാൽ നമുക്ക് കുറ്റബോധം ഉണ്ടാകാൻ കാരണം സൂപ്പർ ഈഗോയാണ്. Is this a bad time for that? Of course it is, you dumbass. How hard is it to get it through your thick ass skull? My bad, dude. It was indeed a bad time for that. Well, since you learned your mistake, I forgive you. ഞാൻ വിചാരിച്ചല്ലേ നന്നായിട്ടാണല്ലോ പോന്നെ. Well, guess what? It's biryani time. In the mayyat al-hin. Wait, what? അപ്പൊ ഇതാണ് സൂപ്പർ ഈഗോ ബേസിക്കലി ചെയ്യുന്ന പരിപാടി. ആര്യ ഒരു ന്യൂറോളജിസ്റ്റ് ഒക്കെയാണ് ഈ സംഭവം കണ്ടുപിടിച്ചതെങ്കിലും ഇത് മെയിനായിട്ടും സൈക്കോളജിയെ കുറിച്ചുള്ള പരിപാടിയാണ്. ആധുനിക മനഃശാസ്ത്രം ഇതിനെ അശാസ്ത്രീയമെന്ന് കൽപ്പിക്കുമെങ്കിലും കലാസാഹിത്യ രംഗത്ത് ഇത് വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിലെ ചില ഉദാഹരണങ്ങളാണ് ദ ഡാർക്ക് നൈറ്റ്, ബ്ലാക്ക് സ്വാൻ, ക്ലോക്ക്വർക്ക് ഓറഞ്ച്, ലോർഡ് ഓഫ് ദ റിംഗ്സ് ട്രിലജി. ഫ്രോയിഡിന്റെ ഈ മോഡൽ നമ്മുടെ സ്വഭാവത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും വളർച്ചയുടെ മൂലക്കല്ലായി പരിഗണിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ നമ്മെ സ്വാധീനിക്കുന്നു. അങ്ങനെ ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഇതുപോലുള്ള കിടുക്കാച്ചി ടോപ്പിക്കുകൾക്കായി കരുമാടിക്കുട്ടൻ ഉറപ്പായും ഫോളോ ചെയ്യുക. എത്രയും പെട്ടെന്ന് ആ ഡൂഡിനെ ആശുപത്രിയിലാക്കണമല്ലോ. ഫിലിപ്പിന്റെ